1945 ഡിസംബർ 5. ലോകമഹായുദ്ധം കഴിഞ്ഞ മാസങ്ങൾ മാത്രം. ഫ്ലോറിഡയിലെ നേവൽ എയർ സ്റ്റേഷനിൽ നിന്ന് 5 യുദ്ധവിമാനങ്ങൾ ഒരു സാധാരണ പരിശീലനത്തിനായി ആകാശത്തേക്ക് ഉയർന്നു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ആ 5 വിമാനങ്ങളും അതിലുണ്ടായിരുന്ന 14 സൈനികരും ഭൂമുഖത്തുനിന്നു തന്നെ അപ്രത്യക്ഷമായി. അവരെ കണ്ടെത്താൻ പോയ മറ്റൊരു വിമാനം കൂടി കാണാതായതോടെ ആ പ്രദേശം ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരിടമായി മാറി. ബർമുഡ ട്രയാങ്കിൾ. എന്താണ് അന്ന് ഫ്ലൈറ്റ് 19 സംഭവിച്ചത്? ഡിസംബർ 5 ഉച്ചതിരിഞ്ഞ് 2:10 ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡേൽ നേവൽ എയർ സ്റ്റേഷന്റെ റൺവേയിൽ 5 ഭീമൻ വിമാനങ്ങൾ എഞ്ചിൻ ഗർജനം മുഴക്കി നിൽക്കുകയായിരുന്നു. TBM അവഞ്ചർ ബോംബർ വിമാനങ്ങൾ. 2ാം ലോകമഹായുദ്ധത്തിൽ ശത്രുക്കപ്പലുകളെ തകർക്കാൻ നാവികസേന ഉപയോഗിച്ച ഏറ്റവും കരുത്തുറ്റ പോരാളികൾ. ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയത് ലഫ്റ്റനന്റ് ചാൾസ് ടെയ്ലർ ആയിരുന്നു. അദ്ദേഹത്തെ ഒരു സാധാരണ പൈലറ്റ് എന്ന് വിളിക്കാനാവില്ല. യുദ്ധമുഖത്ത് വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പറന്നുയർന്ന് 2500-ലധികം മണിക്കൂർ ആകാശത്ത് ചിലവഴിച്ച ഇതിഹാസതുല്യനായ പൈലറ്റ്. ബാക്കിയുള്ള 13 പേർ പരിശീലനം പൂർത്തിയാക്കാൻ എത്തിയവരായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റൂട്ടീൻ എക്സസൈസ് മാത്രമായിരുന്നു. നാവിഗേഷൻ പ്രോബ്ലം നമ്പർ 1 എന്നായിരുന്നു ഈ പരിശീലനത്തിന്റെ പേര്. മിഷൻ പ്ലാൻ ഇപ്രകാരമായിരുന്നു: 1. ഫ്ലോറിഡയിൽ നിന്ന് കിഴക്കോട്ട് 56 മൈൽ പറന്ന് ബഹാമാസിന് സമീപമുള്ള ഹെൻ ആൻഡ് ചിക്കൻ ഷോൾസ് എന്ന ഭാഗത്തെത്തുക. 2. അവിടെ വച്ച് കടലിലെ ചില അവശിഷ്ടങ്ങളെ ലക്ഷ്യം വച്ച് ബോംബിംഗ് പരിശീലനം നടത്തുക. 3. അത് കഴിഞ്ഞ് 67 മൈൽ കൂടി കിഴക്കോട്ട് സഞ്ചരിച്ച് പിന്നീട് വടക്കോട്ട് തിരിഞ്ഞ് ബഹാമാസ് ദ്വീപുകൾക്ക് മുകളിലൂടെ പറക്കുക. 4. ഒടുവിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് കൃത്യം 5:30 തിരികെ ബേസിൽ ലാൻഡ് ചെയ്യുക. ആദ്യത്തെ 90 മിനിറ്റ് എല്ലാം ഒരു സ്വപ്നം പോലെ സുന്ദരമായിരുന്നു. റേഡിയോ സന്ദേശങ്ങൾ വ്യക്തമായിരുന്നു. അവർ കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് ബോംബുകൾ വർഷിച്ചു. മിഷൻ കംപ്ലീറ്റഡ് എന്ന് പൈലറ്റുമാർ പരസ്പരം സംസാരിച്ചു. എന്നാൽ ഏകദേശം 3:40 ആയപ്പോഴാണ് ആകാശത്തുനിന്ന് ആ അസാധാരണമായ സന്ദേശം കൺട്രോൾ ടവറിലെത്തിയത്. ടെയ്ലറുടെ ശബ്ദം റേഡിയോയിൽ മുഴങ്ങി. എമർജൻസി! ഞങ്ങൾക്ക് കര കാണാൻ കഴിയുന്നില്ല. ഞങ്ങൾ ദിശ തെറ്റിയിരിക്കുന്നു. ബേസിലുള്ളവർ അമ്പരന്നു. തെളിഞ്ഞ കാലാവസ്ഥയിൽ ഇത്രയും പരിചയസമ്പന്നനായ ഒരു പൈലറ്റ് എങ്ങനെ വഴിതെറ്റും? ടവർ തിരികെ ചോദിച്ചു, നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ്? ടെയ്ലറുടെ മറുപടി കേട്ട് ടവർ ഓപ്പറേറ്റർമാർ സ്തംഭിച്ചുപോയി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ദിശ നിശ്ചയിക്കാൻ കഴിയുന്നില്ല. എല്ലാം തെറ്റായിരിക്കുന്നു. കടൽ പോലും വിചിത്രമായി തോന്നുന്നു. വെള്ളത്തിന് വെളുത്ത നിറമാണ്. ഞങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ഒരു വിമാനത്തിന്റെ അല്ല, 5 വിമാനങ്ങളിലെയും കോമ്പസുകൾ ഒരേ സമയം പണിമുടക്കിയിരുന്നു. ആധുനിക യുഗത്തിലെ ഏറ്റവും വലിയ തിരോധാനത്തിന്റെ ആദ്യ സൂചനയായിരുന്നു ആ പരിഭ്രാന്തമായ സന്ദേശങ്ങൾ. സമയം വൈകുന്നേരം 6 മണി കഴിഞ്ഞു. ഫ്ലോറിഡയുടെ തീരത്ത് ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു. ഫ്ലൈറ്റ് 19 ഇന്ധനം ഏകദേശം തീർന്നിരിക്കുമെന്നും അവർ കടലിൽ പതിച്ചിട്ടുണ്ടാകുമെന്നും നാവികസേന ഉറപ്പിച്ചു. അവരെ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ 2 PBM മെരീനർ വിമാനങ്ങൾക്ക് തിരച്ചിലിനുള്ള ഉത്തരവ് ലഭിച്ചു. ഇതിലൊരെണ്ണം രാത്രി 7:27 ആകാശത്തേക്ക് ഉയർന്നു. 13 സൈനികരായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്നത്. എന്നാൽ വിധി അവിടെയും ക്രൂരമായി വിളയാടി. പറന്നുയർന്ന് വെറും 20 മിനിറ്റ് മാത്രം പിന്നിട്ടപ്പോൾ ആ ഭീമൻ വിമാനവും റഡാറുകളിൽ നിന്ന് മാഞ്ഞുപോയി. പിന്നീട് ഒരിക്കലും ആ വിമാനത്തിൽ നിന്നൊരു സന്ദേശം വന്നില്ല. തൊട്ടടുത്തുള്ള കടലിലൂടെ പോയിക്കൊണ്ടിരുന്ന SS ഗെയിൻസ് മിൽസ് എന്ന കപ്പലിലെ ജീവനക്കാർ ആകാശത്ത് ഒരു വലിയ തീഗോളം കണ്ടതായി റിപ്പോർട്ട് ചെയ്തു. 100 അടി ഉയരത്തിൽ ആ തീജ്വാലകൾ ആകാശത്തേക്ക് ഉയർന്നുവത്രേ. പിന്നീട് നടത്തിയ പരിശോധനയിൽ
കടൽവെള്ളത്തിനു മുകളിൽ എണ്ണപ്പാളികൾ കണ്ടെത്തിയെങ്കിലും വിമാനത്തിന്റെ ഒരു അവശിഷ്ടം പോലും കണ്ടെത്താനായില്ല. ഫ്ലൈറ്റ് 19 കണ്ടെത്താൻ പോയവർ കൂടി മരണത്തിന് കീഴടങ്ങിയതോടെ ആ രാത്രി ഒരു കറുത്ത അധ്യായമായി മാറി. 6 വിമാനങ്ങൾ, 27 മനുഷ്യജീവനുകൾ, എല്ലാം വെറും 5 മണിക്കൂറിനുള്ളിൽ അപ്രത്യക്ഷമായി. അടുത്ത ദിവസം പുലർച്ചെ മുതൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിൽ മിഷനുകളിൽ ഒന്ന് ആരംഭിച്ചു. 100 കണക്കിന് കപ്പലുകളും സബ്മറീനുകളും വിമാനങ്ങളും അറ്റ്ലാന്റിക് സമുദ്രത്തെ അരിച്ചുപെറുക്കി. 2,50,000 ചതുരശ്ര മൈൽ പ്രദേശം ദിവസങ്ങളോളം പരിശോധിച്ചു. പക്ഷേ കൗതുകകരവും ഭയപ്പെടുത്തുന്നതുമായ ഒരു കാര്യം ബാക്കിയായി. ആധുനിക യുദ്ധവിമാനങ്ങളുടെ ഒരു ചെറിയ ലോഹക്കഷ്ണം പോലും, ഒരു ലൈഫ് ജാക്കറ്റ് പോലും ആർക്കും കണ്ടെത്താനായില്ല. അവർ പറന്നിരുന്ന ആകാശവും അവർ വീണ കടലും ആ രഹസ്യം എന്നേക്കുമായി ഒളിപ്പിച്ചുവച്ചു. നാവികസേനയുടെ ഔദ്യോഗിക റിപ്പോർട്ടിൽ ഈ സംഭവത്തെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയായിരുന്നു: അവർ ചൊവ്വയിലേക്ക് പറന്നതുപോലെ തോന്നി. അത്രമേൽ അവിശ്വസനീയമായിരുന്നു ആ തിരോധാനം. എന്തായിരിക്കാം ആ 5 വിമാനങ്ങൾക്കും അവരെ തേടിപ്പോയവർക്കും സംഭവിച്ചത്? 8 പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഈ ചോദ്യം ലോകത്തെ വേട്ടയാടുന്നു. ഇതിനെക്കുറിച്ച് പ്രധാനമായും 3 തലത്തിലുള്ള നിഗമനങ്ങളാണ് നിലവിലുള്ളത്. 1. മാനുഷികമായ പിഴവുകളും ശാസ്ത്രീയ കാരണങ്ങളും. ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത് ലഫ്റ്റനന്റ് ചാൾസ് ടെയ്ലർക്ക് സംഭവിച്ച ദിശാബോധമില്ലായ്മയിലേക്കാണ്. ടെയ്ലർ ആ സമയത്ത് കോമ്പസ് തകരാറിലായതിനാൽ താൻ ഫ്ലോറിഡയുടെ പടിഞ്ഞാറുള്ള ഗൾഫ് ഓഫ് മെക്സിക്കോയിലാണെന്ന് തെറ്റായി കരുതി. യഥാർത്ഥത്തിൽ അദ്ദേഹം കിഴക്ക് ഭാഗത്തുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലായിരുന്നു. കര തേടി അദ്ദേഹം കൂടുതൽ കിഴക്കോട്ട്, അതായത് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് വിമാനങ്ങളെ നയിച്ചു. രാത്രിയായതോടെ ഇന്ധനം തീർന്ന് വിമാനങ്ങൾ കടലിൽ പതിച്ചിരിക്കാം. കൂടാതെ ബർമുഡ ട്രയാങ്കിളിലെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന പ്രതിഭാസം കോമ്പസുകളെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഭൂമിയുടെ കാന്തിക ഉത്തരധ്രുവവും ഭൂമിശാസ്ത്രപരമായ ഉത്തരധ്രുവവും ഒന്നായി വരുന്നു. ഇത് പൈലറ്റുമാരെ വഴിതെറ്റിക്കാൻ പര്യാപ്തമാണ്. 2. പ്രകൃതിയുടെ രഹസ്യങ്ങൾ. ബർമുഡ ട്രയാങ്കിളിലെ കടലിനടിയിൽ വലിയ തോതിൽ മീഥെയ്ൻ ഹൈഡ്രേറ്റ്സ് നിക്ഷേപമുണ്ട്. ഇവ പെട്ടെന്ന് പുറന്തള്ളപ്പെടുമ്പോൾ കടൽ വെള്ളത്തിന്റെ സാന്ദ്രത കുറയുകയും കപ്പലുകൾ താഴ്ന്നു പോവുകയും ചെയ്യും. വിമാനങ്ങളുടെ കാര്യമെടുത്താൽ ആകാശത്തുണ്ടാകുന്ന മൈക്രോബേസ്റ്റ് എന്നറിയപ്പെടുന്ന അതിശക്തമായ കാറ്റുകൾ വിമാനങ്ങളെ നിമിഷനേരം കൊണ്ട് കടലിലേക്ക് തള്ളിയിടാൻ ശേഷിയുള്ളവയാണ്. 3. ഗൂഢാലോചന സിദ്ധാന്തങ്ങളും നിഗൂഢതകളും. ശാസ്ത്രത്തിന് തൃപ്തികരമായ ഉത്തരം നൽകാൻ കഴിയാത്ത ഒരിടത്താണ് കോൺസ്പിറസി തിയറികൾ ജനിക്കുന്നത്. അന്യഗ്രഹജീവികൾ, UFOs. പൈലറ്റുമാർ അവസാനമായി പറഞ്ഞ വെളുത്ത വെള്ളം, വിചിത്രമായ ആകാശം എന്നീ വാക്കുകൾ ഏറ്റുപിടിച്ച് അവരെ അന്യഗ്രഹജീവികൾ തട്ടിക്കൊണ്ടുപോയതാണെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. പ്രശസ്ത സംവിധായകൻ സ്റ്റീവൻ സ്പിൽബർഗിന്റെ ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ് എന്ന സിനിമയിൽ പോലും ഈ സിദ്ധാന്തം പരാമർശിക്കുന്നുണ്ട്. ടൈം പോർട്ടലുകൾ. സമുദ്രത്തിലെ ഈ ഭാഗത്ത് സ്ഥലകാലങ്ങൾക്കിടയിൽ ഒരു ദ്വാരമുണ്ടെന്നും അതിലൂടെ വിമാനങ്ങൾ മറ്റൊരു കാലഘട്ടത്തിലേക്ക് മറഞ്ഞതാണെന്നും ചിലർ വാദിക്കുന്നു. അറ്റ്ലാന്റിസ്. മുങ്ങിപ്പോയ പുരാതന നഗരമായ അറ്റ്ലാന്റിസിലെ ക്രിസ്റ്റൽ ഗോപുരങ്ങളിൽ നിന്നുള്ള വികിരണങ്ങൾ വിമാനങ്ങളുടെ നാവിഗേഷൻ തകരാറിലാക്കിയതാണെന്ന വിചിത്രമായ വാദവും നിലവിലുണ്ട്. എങ്കിലും സത്യം ഇപ്പോഴും ആഴക്കടലിന്റെ അഗാധതയിൽ എങ്ങോ മറഞ്ഞു കിടക്കുന്നു. ഇന്ധനം തീർന്ന് കടലിൽ വീണതാണെങ്കിൽ പോലും 6 വിമാനങ്ങളുടെയും ഒരു ലോഹക്കഷ്ണമോ ലൈഫ് ജാക്കറ്റോ എവിടെ പോയി? 80 വർഷങ്ങൾക്കിപ്പുറവും അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിൽ ആ രഹസ്യം സുരക്ഷിതമാണ്. ബർമുഡ ട്രയാങ്കിളിന്റെ ചരിത്രത്തിൽ ഫ്ലൈറ്റ് 19 ഇന്നും അവസാനിക്കാത്ത ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.